നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? അതായത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ആദ്യം മുതലേ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നു. അതായത് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. അതായത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിശ്വാസമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ആ ഒരു ഇൻഫ്ലുവൻസ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു റിയാലിറ്റിയെ തന്നെ മാറ്റി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബെനഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്പേസ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുക. അതായത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്തെന്നാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു അവസരം നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുക. നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ടുള്ള അവസരത്തിൽ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി, നിങ്ങളുടെ ട്രൂത്ത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരികെ വരും. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ ചേസ് ചെയ്യരുത്. ഓൾറൈറ്റ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് റിസ്കുകൾ എടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. വളരെ ട്രൂ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തിക്ക് കുറച്ച് അവസരം, ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അതായത് നിങ്ങൾക്ക് പല സമയങ്ങളിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ആൻസിസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട്. യൂണിവേഴ്സൽ പവർ നിങ്ങളോടൊപ്പമുണ്ട്. ഓക്കെ. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നിങ്ങളുടെ ലൈഫിലെ ഒരു ലെസണായിട്ട് നിങ്ങൾ എടുക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടും നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഡിവൈനിൽ അല്ലെങ്കിൽ ഗോഡ്സിലൊന്നും വിശ്വാസം ഇല്ലാത്തതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഓരോ സ്ട്രഗിൾസും നിങ്ങൾ ഓരോ ലെസൺസ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ഓരോ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ലൈഫിൽ പോസിറ്റീവായിട്ട് എടുക്കുക. ഈ ഒരു വിഷമങ്ങളെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനോട് പ്രെയർ ചെയ്യാവുന്ന ഒരു സമയമാണിത്. അതായത് നിങ്ങൾ എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് അതിനൊരു ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു ഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഒരു വലിയൊരു ചേഞ്ചാണ് ഇവിടെ കാണുന്നത്. ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എക്സ്പെക്റ്റേഷനും ഇനി വേണ്ട എന്ന് വിചാരിക്കുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നവരായിരിക്കാം, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഇൻ ദ വെരി നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ടാവുകയാണ്.
അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ആ സിറ്റുവേഷനോടോ അല്ലെങ്കിൽ ആ പേഴ്സണോടോ നിങ്ങൾ ക്ഷമിക്കുക. അതുവഴി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കലും കഴിയാത്ത ഒരു കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. ആൻസിസ്റ്റേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം ക്ഷമിക്കുക. കൂടുതൽ പേർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് സെൽഫ് ലവ് അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈം കൂടിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ക്ഷമിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളോടുള്ള ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു മെസ്സേജ് ആയിട്ടും നമുക്കിത് പറയാവുന്നതാണ്. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കുക. മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് നെഗറ്റിവിറ്റീസ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം. നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം. അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് ക്ഷമിക്കുക. വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് സ്റ്റാർട്ടിങ് ടൈമിൽ. നിങ്ങൾക്ക് ഒരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം. കൂടുതൽ പേർക്കും ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണി ആയിരിക്കാം. കൂടുതൽ പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് ഒരു പൊട്ടൻഷ്യൽ ഇല്ലാത്തതായിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ പരസ്പരം തുറന്നു പറയുന്നില്ല. മനസ്സിലിട്ടിങ്ങനെ നീറ്റുകയാണ് നിങ്ങൾ. പല കാര്യങ്ങളും മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരാത്ത വിധം നിങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അടക്കി പിടിക്കുന്നുണ്ട്. ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പലർക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ്. അത് നിങ്ങൾ മാറ്റുക. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്കുണ്ട്. ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ.